ഞങ്ങൾക്ക് ലെഫ്റ്റ് വോയിസിന് തിരക്കഥാകൃത്ത് രഞ്ജി പണിക്കരോട് ചില ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട്. അതിജീവിതയായ നടിയുടെ കേസിൽ ദിലീപിനെ വിചാരണ കോടതി സെഷൻസ് കോടതി വെറുതെ വിട്ടു. മറ്റുള്ള 7-8 പ്രതികളെ ശിക്ഷിച്ചു. ശിക്ഷാവിധി തീരുമാനിക്കുന്നു. ഓക്കെ, ഈ വിഷയത്തിൽ സിനിമാ ഇൻഡസ്ട്രിയിൽ നിന്നും സിനിമാ ലോകത്തു നിന്നുള്ള പ്രതികരണങ്ങൾ വളരെ ശ്രദ്ധേയമാണ്. അക്കൂട്ടത്തിൽ ശ്രീമാൻ രഞ്ജി പണിക്കർ ഇന്ന് മാധ്യമങ്ങളെ കാണുന്നു. എത്ര ആവേശത്തോടെയാണ് അദ്ദേഹം ദിലീപിനെ ന്യായീകരിക്കുന്നത് എന്ന് ആ വീഡിയോ കണ്ടാൽ, ആ ന്യൂസ് വീഡിയോ കണ്ടാൽ മനസ്സിലാവും. അദ്ദേഹം മാധ്യമങ്ങളോട് സംസാരിക്കുന്നത് ആവേശം എന്ന വാക്ക് ഞങ്ങൾ പറയുന്നത് രഞ്ജി പണിക്കരുടെ വാക്കുകളിൽ ആർജവമില്ല, ആവേശമുണ്ട്. രണ്ടും രണ്ടാണ്. ആർജവം ഒന്ന്, ആവേശം വേറെ. അതായത് ദിലീപിനെ കുറ്റവിമുക്തനാക്കിയതിൽ ആവേശം കൊള്ളുന്ന രഞ്ജി പണിക്കറെ നമ്മൾ കാണും. അതുപോലെ മലയാള സിനിമാ ലോകത്തെ മറ്റു പലരെയും ഇതേ ഒരു മോഡ്യൂളിൽ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ രഞ്ജി പണിക്കർ എഴുതിയ തിരക്കഥകൾ, സൂപ്പർ ഹിറ്റ് സിനിമകൾ, അതിന്റെ പേരുകളൊന്നും നമ്മുടെ പ്രേക്ഷകരോട് പറയേണ്ട ആവശ്യമില്ല. നമുക്കെല്ലാം അറിയാം. രഞ്ജി പണിക്കറുടെ തിരക്കഥയിൽ ഉണ്ടായ സിനിമകൾ, സൂപ്പർ ഹിറ്റായ സിനിമകൾ, സൂപ്പർ സ്റ്റാറുകളുടെ ഒക്കെ നമുക്കറിയാം. അല്ല, ലിസ്റ്റൊന്നും ഇവിടെ പറഞ്ഞ സമയം കളയുന്നില്ല. അദ്ദേഹം എഴുതിയ തിരക്കഥകളിൽ ആൺകോയ്മ, ആണധികാരത്തിന്റെ തിരക്കഥകൾ, അതിനെ അംഗീകരിക്കുന്ന കുലസ്ത്രീ നായികമാർ, അതിൻ്റെ വാണിജ്യ മൂല്യം, വാണിജ്യ വിജയം, കലാമൂല്യം ഉള്ള സിനിമകൾ അതിലുണ്ടില്ലെന്ന് ഞങ്ങൾ പറയുന്നില്ല. അങ്ങനെയുള്ള ഒരാളാണ് തിരക്കഥാകൃത്ത് രഞ്ജി പണിക്കർ. പെണ്ണുങ്ങൾ കുലസ്ത്രീ വർഗത്തിൽപ്പെടുന്നവർ മാത്രമാണ് അദ്ദേഹത്തിന്റെ നായികമാര്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും ഈ വിധി വന്നപ്പോ രഞ്ജി പണിക്കർ ഇങ്ങനെ സംസാരിക്കാൻ പാടുള്ളൂ. ഇതല്ലാതെ അതിജീവിതയ്ക്കൊപ്പം, നടിയായ അതിജീവിതയ്ക്കൊപ്പം 4 വാക്ക് നിന്ന് പറയാൻ അദ്ദേഹത്തിന് സാധിക്കില്ല. സ്വാഭാവികം, നമുക്ക് പരാതിയില്ല. 8 കൊല്ലം മുമ്പ് ഒരു നടി, മലയാളത്തിൽ അറിയപ്പെടുന്ന ഒരു നായിക നടി, അതിക്രൂരമായിട്ട് അവർ സഞ്ചരിച്ച വാഹനത്തിൽ ബലാത്സംഗം ചെയ്യപ്പെടുന്നു. 6-7 പേര് കൂടി കൂട്ടമായിട്ട് ബലാത്സംഗം ചെയ്തിട്ട് അതിന്റെ ദൃശ്യങ്ങൾ എടുക്കുന്നു. ഇതെല്ലാം യാദൃശികം മാത്രമാണ്. രഞ്ജി പണിക്കരെ സംബന്ധിച്ച് വെറും യാദൃശികം മാത്രമാണ്. ഒരു ഗൂഢാലോചനയും ഇല്ലാതില്ല, ഒരു കോൺസ്പിറസി ഇല്ല. അദ്ദേഹം പറയുന്ന വാക്കതാണ്. കോൺസ്പിറസി തെളിയിക്കാൻ കഴിഞ്ഞോ പ്രോസിക്യൂഷന്? ഇല്ല. ഏത് കേസിലും, പ്രിയ സുഹൃത്തെ രഞ്ജി പണിക്കരോട് ഞങ്ങൾ പറയാണ്, ലെഫ്റ്റ് വോയിസ്, ഏത് കേസിലും ഏറ്റവും വിഷമകരമായ കാര്യമാണ് കോൺസ്പിറസി തെളിയിക്കുക എന്നുള്ളത്, ഗൂഢാലോചന തെളിയിക്കുക എന്നുള്ളത് ഏറ്റവും ശ്രമകരമായ ജോലിയാണ് ഏത് കേസിലും. അത് പോലീസുകാർക്ക് അറിയാം, അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് അറിയാം. കാരണം തെളിവുകൾ വേണം. അപ്പൊ അദ്ദേഹം പറഞ്ഞ വാചകം എന്താണ്? രഞ്ജി പണിക്കർ തെളിവുകൾ ഹാജരാക്കി പ്രോസിക്യൂഷന് ഈ പറയുന്ന ഗൂഢാലോചന, കോൺസ്പിറസി, ദിലീപിന്റെ പങ്ക് തെളിയിക്കാൻ കഴിഞ്ഞില്ല. കഴിയാത്തതുകൊണ്ട് കോടതി അങ്ങനെ വെറുതെ വിട്ടു. ശരിയാണ്. ഗൂഢാലോചന തെളിയിക്കാൻ പുതിയ തെളിവുകൾ കൊണ്ടുവരാൻ പറ്റുമെന്ന് വിചാരണ ഘട്ടത്തിൽ തീരുമാനിക്കാമല്ലോ. ഇപ്പൊ കൊടുത്ത തെളിവുകൾ ജഡ്ജിക്ക് ബോധ്യമായില്ലെങ്കിൽ ആയിക്കോട്ടെ, ആ വിധിയെ മാനിക്കുന്നു, ഞങ്ങൾ എല്ലാവരും മാനിക്കുന്നു. പക്ഷേ ധാർമ്മികമായൊരു ചോദ്യമുണ്ട്. ഒരു സ്ത്രീയെ, ഒരു നായികയെ ഇത്ര അതിക്രൂരമായിട്ട് ബലാത്സംഗം ചെയ്ത കേസില് ഞാൻ അതിനെ അധിക്ഷേപിക്കുന്നു, ഞാൻ അതിനെ എതിർക്കുന്നു, ഒരിക്കലും സംഭവിക്കാൻ അത് പാടില്ല എന്ന ഒരു രഞ്ജി പണിക്കറെ അന്ന് കണ്ടിട്ടില്ലല്ലോ. നമ്പർ 1. നമ്പർ 2, ദിലീപിനെ കുറ്റമുക്തനാക്കിയപ്പോൾ വന്ന് ഇത്ര ആവേശത്തോട് സംസാരിക്കുന്ന രഞ്ജി പണിക്കറെ നമ്മൾ കാണുന്നു. മലയാള സിനിമ ഇപ്പോഴും ആണധികാരത്തിന്റെ, ആൺമേൽക്കോയ്മയുടെ ഒരു വ്യവസായം മാത്രമാണ്. നിങ്ങൾ ചില പാവക്കൂത്തുകളിക്കാരെ അമ്മയുടെ സ്ഥാനത്ത് കൊണ്ടിരുത്തി, സ്ത്രീകളെ, എന്നല്ലാതെ AMMA, അമ്മ എന്ന് പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല, ആദ്യം പറഞ്ഞത് പിൻവലിക്കുന്നു. AMMAയിലെ ഒരു ശ്വേതാമേനോനെയും കുക്കു പരമേശ്വരനെയും ഒക്കെ നിങ്ങൾ അതുപോലുള്ളവരെയൊക്കെ ഭാരവാഹികളാക്കി വെക്കുമ്പോൾ നിങ്ങൾ പിൻസീറ്റ് ഡ്രൈവിങ്ങിൽ തന്നെയാണ്. മലയാള സിനിമ എവിടെയാണ് മാറിയത്? പ്രതിഷേധിച്ച നടികളെ മുഴുവൻ നിങ്ങളുടെ മൂലയ്ക്ക് ഒതുക്കി. ഈ അതിജീവിതയ്ക്കൊപ്പം നിന്ന നടികളെ പേരെടുത്ത് പറയാം. മഞ്ജു, അതേപോലെ പാർവതി തിരുവോത്ത്, രമ്യ നമ്പീശൻ തുടങ്ങി ഒരുപറ്റം നടികളെ, വേറെയും 4-5 പേരുകളുണ്ട്, എല്ലാം ഇവിടെ പറയുന്നില്ല, നമുക്കറിയാം.
ഇവരെ സിനിമയിൽ നിന്നും ഔട്ടാക്കാൻ, മലയാള സിനിമയിൽ നിന്ന് ഇവരെ പുറത്താക്കാൻ കളിച്ച കളികൾ. ഇത്രയും വലിയൊരു നടിക്ക്, മഞ്ജു വാര്യരെ പോലെ തന്നെ വളരെ ഗിഫ്റ്റഡ് ആയിട്ടുള്ള നടിയായ പാർവതി തിരുവോത്തിന് സിനിമകൾ ഇല്ലാതായി, രമ്യ നമ്പീശന് സിനിമകൾ ഇല്ലാതായി. വെറുതെ ഇല്ലാതായതാണോ? ആരാ ഇല്ലാതാക്കിയത്? അത് പറയാൻ രഞ്ജി പണിക്കർ തയ്യാറുണ്ടോ? ദിലീപ് തയ്യാറുണ്ടോ? ഇവിടെ മലയാള സിനിമ ഇൻഡസ്ട്രിയിലെ പ്രൊഡ്യൂസർമാര്, നിർമ്മാതാക്കൾ, സംവിധായകർ തയ്യാറുണ്ടോ? നിങ്ങൾ എവിടെയാണെന്ന് ജനങ്ങൾക്ക് നന്നായിട്ട് അറിയാം. നിങ്ങളൊക്കെ വളർന്നത്, നിങ്ങളൊക്കെ വലിയ ആൾക്കാരായത്, നിങ്ങളൊക്കെ വലിയ സെലിബ്രിറ്റികളായത്, നിങ്ങളുണ്ടാക്കിയ സിനിമ തിയേറ്ററിൽ വന്നിട്ട് ഇവിടുത്തെ സാധാരണ ജനങ്ങൾ കണ്ടതുകൊണ്ടാണ്. ആ പ്രേക്ഷക സമൂഹത്തെ വെല്ലുവിളിച്ചിട്ട് രഞ്ജി പണിക്കർ സംസാരിക്കരുത്. ഇപ്പൊ പറഞ്ഞല്ലോ രഞ്ജി പണിക്കർ, കേരള സർക്കാർ പറഞ്ഞു, കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു, ഞങ്ങൾ ഒപ്പമാണ്. അതെ, അത് തന്നെ ഞങ്ങളും പറയുന്നു, ഞങ്ങൾ അതിജീവിതയ്ക്കൊപ്പമാണ്. അതിനൊരൊറ്റ കാരണമേ ഉള്ളൂ. 7-8 പേര് കൂടി ഒരു വണ്ടി കയറിയിട്ട് ഹൈജാക്ക് ചെയ്തിട്ട് ഒരു നടിയെ അങ്ങ് ബലാത്സംഗം ചെയ്യാൻ തീരുമാനിക്കുന്നത് യാദൃശ്യമൊന്നുമല്ല. അതിന് പിന്നിൽ ഒരു ഗൂഢാലോചനയുണ്ട്. അത് ആരുടെ ഭാഗത്തു നിന്ന് വന്നു എന്നുള്ളത് കണ്ടെത്തണം. കീഴ്ക്കോടതി, സെഷൻ കോടതി, വിചാരണ കോടതി വെറുതെ വിട്ടു പറഞ്ഞ ഈ കേസ് ഇവിടെ തീരൂല. അതിജീവിതയ്ക്ക് വേണ്ടി സർക്കാർ മുന്നോട്ട് പോവും, പ്രോസിക്യൂഷൻ മുന്നോട്ട് പോവും, ഞങ്ങളെപ്പോലുള്ള മാധ്യമങ്ങൾ മുന്നോട്ട് പോകും. അതിനകത്ത് രഞ്ജി പണിക്കരെ പോലുള്ളവർ വെറുതെ ചൊറിഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അപ്പൊ നിങ്ങൾ ആൺകോയ്മയുടെ ആൺ മേലധികാരത്തിന്റെ വ്യക്താവാണ്. നിങ്ങളുടെ സിനിമകളുടെ തിരക്കഥകളെല്ലാം അതൊക്കെ തന്നെയല്ലേ. നിങ്ങൾ എവിടെയെങ്കിലും സ്ത്രീ പക്ഷത്ത് നിങ്ങൾ എവിടെയെങ്കിലും നിൽക്കുന്നുണ്ടോ? ഇരയുടെ പക്ഷത്ത് നിങ്ങൾ രഞ്ജി പണിക്കരെ പോലുള്ളവർ നിന്നിട്ടുണ്ടോ? ആത്മപരിശോധന നടത്തണം. അനീതിക്കെതിരെ, അക്രമത്തിനെതിരെ, ബലാത്സംഗത്തിനെതിരെ പെൺശബ്ദം വരുമ്പം ആ പെൺശബ്ദത്തെ പിന്തുണയ്ക്കാൻ ഇവിടെ ആൾക്കാരുണ്ട്, ഇവിടുത്തെ മാധ്യമങ്ങളുണ്ട്, ഇവിടുത്തെ ഗവൺമെന്റ് ഉണ്ട്. അതൊന്നും രഞ്ജി പണിക്കർ മറന്നുപോകരുത്, രഞ്ജി പണിക്കർമാർ മറന്നുപോകരുത്. ആരൊക്കെയാണെന്ന് നമുക്കറിയാമല്ലോ. അത്ര മാത്രമേ ഞങ്ങൾ പറയുന്നുള്ളൂ.